ചങ്ങായിമാരെ, ഞാനും നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ സുനിൽ പി ഇളയട സാർ സംഘിയുടെ കുരുപൊട്ടിച്ചൊരു വീഡിയോയെ കുറിച്ചാണ്. ഞാൻ ഈ സുനിൽ സാറിന്റെ ഒട്ടുമിക്ക സ്പീച്ചും കൃത്യമായിട്ട് കേൾക്കുന്ന ഒരാളാണ്. മൂപ്പർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ചരിത്രത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും വളരെ പെട്ടെന്നും എല്ലാം മനസ്സിലാകും. മൂപ്പർക്ക് ഇങ്ങനെ ചരിത്രത്തെക്കുറിച്ച് അറിവുള്ളതും ചരിത്രത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് പറയാൻ പറ്റുന്നതും കൊണ്ട് സംഖ്യക്ക് മൂപ്പറെ കണ്ണെടുത്ത കണ്ടുകൂടാ. എന്തായാലും നമുക്ക് സുനിൽ സാർ സംഖ്യയുടെ കുരു പൊട്ടിച്ചുകൊണ്ട് വന്ദേ മാതരത്തെക്കുറിച്ചും ജനഗണമനയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നമുക്കതൊന്ന് കേട്ടിട്ട് വന്നാലോ? ആകെ ഒരു 5 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്തായാലും കേൾക്കണം. നമുക്കത് കേട്ടിട്ട് വരാം. വന്ദേമാതരത്തെ സംബന്ധിച്ച് ആദ്യത്തെ 2 ഖണ്ഡങ്ങൾ പൊതുവെ പ്രകൃതി വർണ്ണനാപരവും പിന്നാലെ 13 മുതൽ 27 വരെയുള്ള വരികൾ അങ്ങേയറ്റം മതാത്മകവും വിഗ്രഹാരാധനാപരവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ആലപിക്കാൻ പ്രയാസമുള്ളതുമായ അവരുടെ വിശ്വാസത്തിന് വിപരീതമായ ഒന്നാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ വാശി, അല്ലാതെ ദേശീയത ഒന്നുമല്ല. ഈ വാശിയുടെ പുറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ: ഈ വൈരാഗ്യം, ശത്രുത പരമാവധി അങ്ങനെ ഈ രാജ്യത്ത് പടർത്താമെന്ന ആലോചനയാണ്. അല്ലാതെ ദേശസ്നേഹമാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യമില്ല. വന്ദേമാതരം ചെയ്തൊരു കാര്യം എന്താ, അല്ല ജനഗണമന ചെയ്തൊരു കാര്യം ഇതിന് നേർ വിപരീതമായിട്ട് അതിൽ ഭാരതഭാഗ്യ വിധാതാവ് എന്നതിനെ ടാഗോർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ 1919 അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഭാരതഭാഗ്യ വിധാതാവിന് അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണം എറ്റേണൽ ചാരിയറ്റർ എന്നാണ്, നിത്യസാരഥി എന്നാണ്. ഈ മനുഷ്യ ജീവിതത്തിന്റെ നിത്യസാരഥിയായ ഒരു പ്രപഞ്ച ചൈതന്യം എന്ന സങ്കല്പത്തെയാണ് അദ്ദേഹം ഭാരതഭാഗ്യ വിധാതാവ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനതയുടെ ചൈതന്യത്തിന്റെ ഒരു നിത്യമായ ചലനം എന്ന നിലയിലാണ് അദ്ദേഹം ഈ ആശയത്തെ കൊണ്ടുവരുന്നത്. അങ്ങനെ ടാഗോറിന്റെ ഒരു തരത്തിലുള്ള മിസ്റ്റിസിസവും അതേസമയം തന്നെ ഇന്ത്യയുടെ ബഹുസ്വരമായ ഒരു പാരമ്പര്യവും ആ ബഹുസ്വര പാരമ്പര്യത്തെ ദേശീയതയുമായി കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ദേശീയ ഭാവനയുടെ ആവിഷ്കാരവുമായിട്ടാണ് ജനഗണമന വന്നത്. ഇതുകൊണ്ടാണ് ജനഗണമന ദേശീയ ഗാനമായിട്ട് സ്വീകരിക്കുകയും എന്നാൽ ഇന്ത്യ ചരിത്രത്തിൽ വന്ദേമാതരത്തിന് ഒരു റോളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സവ്യസാചി ഭട്ടാചാര്യ 5 ചാപ്റ്ററായിട്ട് അതിനെ തിരിക്കുമ്പോൾ അദ്ദേഹം ഇത് എഴുതപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം അതിനൊരു പോയം എന്നാണ് തലക്കെട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് സ്ലോഗൻ എന്നാണ്. തേർഡ് ചാപ്റ്ററിന്റെ പേര് നാഷണൽ ആന്തം എന്നാണ്. 4ാമത്തെ അധ്യായത്തിന്റെ പേര് വാർ ക്രൈ എന്നാണ്. അപ്പോഴേക്കും ഇത് മുസ്ലിം വിരുദ്ധമായ ഒരു ആക്രോശത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് വർഗീയവാദികൾക്ക് കഴിഞ്ഞു. ഇങ്ങനെ പല പടവുകൾ പിന്നിട്ടു. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ് ടാഗോറിനെ പോലെ ഒരാൾ ജനഗണമനയിൽ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ജനഗണമനയുടെ ആധാര ശ്രുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബഹുത്വത്തിലും ബഹുസ്വരതയിലും അധിഷ്ഠിതമാണ്. ജനങ്ങളുടെ ബഹുസ്വരത, മതങ്ങളുടെ ബഹുസ്വരത, സംസ്കാരത്തിന്റെ ബഹുസ്വരത, അതിനെ വിഴുങ്ങുന്ന കൊളോണിയൽ അധിനിവേശം, അതിനെതിരെ ഉയർന്നു വരുന്ന ഇന്ത്യൻ ജനതയുടെ ജീവിതബോധം എന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടിന് ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. കാരണം ദേശീയ പ്രസ്ഥാനം 1920 വരെ ഇവിടെ ഗോപി സൂചിപ്പിച്ചതുപോലെ ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന സ്വഭാവം മതാത്മകമായിരുന്നു, ഒട്ടൊക്കെ ഹൈന്ദവമായിരുന്നു. AR ദേശായി എന്ന് പറയുന്ന ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രകാരൻ ആ കാലത്തെ ഇന്ത്യൻ ദേശീയതയുടെ സ്വഭാവത്തെ സംഗ്രഹിക്കുന്ന ഒരു പ്രയോഗം നടത്തുന്നത് മിലിറ്റന്റ് ഹിന്ദു നാഷണലിസം എന്നാണ്. ബലിഷ്ഠമായ ഹൈന്ദവ ദേശീയത. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ദേശീയത ഒരു മിഡിൽ ക്ലാസിന്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയ എന്നതിൽ നിന്ന് ഒരു പോപ്പുലർ ഐഡിയ ആയിട്ട് മാറുന്നതും അതൊരു ഫംഗ്ഷണൽ ഊർജ്ജമായിട്ട് മാറുന്നതും ഒക്കെ സ്വദേശീയ സന്ദർഭത്തിലാണ്. പക്ഷെ അപ്പോൾ പോലും ഇൻഹറന്റ് ആയി അതിലൊരു മിലിറ്റന്റ് ആയ ഹിന്ദുത്വ യുക്തി നിലീനമായിരുന്നു. തിലകനായാലും ഒക്കെ ആ സ്വഭാവം ഉണ്ടായിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ഗാന്ധിയുടെ വരവോടെയാണ്. ഗാന്ധിയാണ് വാസ്തവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മതനിരപേക്ഷം ഹിന്ദു മുസ്ലിം ഐക്യം എന്നതിനെയും നിത്യജീവിതത്തിലെ മനുഷ്യ പ്രശ്നങ്ങൾ, അത് വിളവിന് വിലകിട്ടലാകാം, സ്വദേശി വസ്ത്രമാകാം, ഐത്തോച്ചാടനമാകാം, ഇങ്ങനെയുള്ള പ്രമേയങ്ങളെയും ദേശീയതാ ബോധവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ദേശീയതയെ ഒരു പ്ലൂറൽ പോയിന്റിലേക്ക്, ഒരു വൈവിധ്യത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമം. ഇവൻ ഖിലാഫത്ത് പോലും ആ സന്ദർഭത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിഞ്ഞൂടാ, ഗാന്ധി ഖിലാഫത്തുമായി സഹകരിക്കാൻ തീരുമാനിച്ച സമയത്ത് അതിന് ഏറ്റവും ശക്തമായി എതിർത്ത ആളുകളിൽ ഒരാളുടെ പേര് മുഹമ്മദ് അലി ജിന്നാണ്. ജിന്ന പറയുന്നുണ്ട് ഇതൊരു മതപ്രശ്നമാണ്, ഇത് സ്വാതന്ത്ര്യ സമരമായിട്ട് ഒരു ബന്ധമില്ല, അതുകൊണ്ട് ഇതിനെ പിന്തുണയ്ക്കാൻ പാടില്ല, കോൺഗ്രസിൽ ഇതിനൊരു കാര്യമില്ല. അപ്പൊ ഗാന്ധി അതിലെടുത്ത പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ അവിശ്വാസമാണ്. ഇത് പരിഹരിക്കണം. ഇത് പരിഹരിക്കാനുള്ള ഏറ്റവും സ്ട്രാറ്റജിക് ആയ ഒരു പോയിന്റ് എന്ന നിലയ്ക്കാണ് മതപരമായ ഒരു ആവശ്യത്തെ നാഷണലിസത്തിന്റെ മുദ്രാവാക്യവുമായി കൂട്ടിയിണക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നത്. പിന്നീട് അദ്ദേഹം അത് വിട്ടുപോയി. അത് മറ്റൊരു കാര്യം. അതിപ്പോ ഇതിൽ മാത്രമല്ല, ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഭാഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമത്തിലും ഗാന്ധി ചെയ്യുന്നതാണ്. ഉറുദു കലർന്ന ഹിന്ദുസ്ഥാനി ഭാഷയാവണം ദേശീയ ഭാഷ എന്ന് പറഞ്ഞു ഗോപി എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഗോഡ്സെയുടെ ഷിംല കോടതിയിലെ പ്രസ്താവനയിൽ ഗാന്ധിയെ കൊല്ലുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ടാണ് പറയുന്നത് ഈ ഹിന്ദിക്ക് പകരം ഹിന്ദുസ്ഥാനി എന്ന ഭാഷയെ, അവിടെ ഒരു വിശേഷണം കൂടിയുണ്ട് കേട്ടോ, ബാസ്റ്റാർഡ് ലാംഗ്വേജ് എന്നാണ്. ഈ ഭാഷയെ ദേശീയ ഭാഷയാക്കാൻ ഗാന്ധി ശ്രമിച്ചു എന്നുള്ളതാണ് ഗാന്ധിയോടുള്ള വൈരാഗ്യത്തിന്റെ ഒരു കാരണമായിട്ട് അയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ 20 മുതൽ അടിസ്ഥാന ആവശ്യങ്ങളിലേക്കും ജീവിത പ്രശ്നങ്ങളിലേക്കും ഇന്ത്യൻ ജനതയുടെ വൈവിധ്യത്തിലേക്കും ഒപ്പം തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തിലേക്കും തിരിഞ്ഞ ഘട്ടത്തിലാണ് ഈ ദേശീയ ഗാനം എന്നത് ജനഗണമനയായി മാറുന്നത്. അത് അപ്പോഴേക്കും ഈ വന്ദേമാതരത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നു. ടാഗോർ ആലപിച്ച ഈ ഗാനം പ്രസിദ്ധമായി തീരുന്നു. ഈ ഗാനം ഒരു കാര്യം കൂടി ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ഖണ്ഡങ്ങളെ വേണ്ടൂ എന്ന് തീരുമാനിച്ചപ്പോൾ അതിനോട് കഠിനമായി വിയോജിച്ച ഒരാളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അതിന് അനുകൂലമായിരുന്നില്ല. 37 കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ ബോസ് എതിരായിരുന്നു. പക്ഷേ ബോസ് ഇന്ത്യ ഫ്രീഡം സെന്റർ എന്ന പേരിൽ യൂറോപ്പിൽ ആദ്യത്തെ ഓഫീസ് തുറക്കുന്ന സമയത്ത് ആ ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ ആലപിക്കുന്ന ഗാനം ജനഗണമനയാണ്. 42 നവംബർ 2 തീയതി അവിടെ ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ ജനഗണമനയുടെ ഹിന്ദുസ്ഥാനി വെർഷൻ ഉണ്ടാക്കിയിട്ടാണ് അത് അവിടെ ആലപിക്കുന്നത്. വാസ്തവത്തിൽ ദേശീയ
ഗാനമായിട്ട് അംഗീകരിക്കപ്പെടുന്നതിന് മുമ്പ് 2 വട്ടം ഇന്ത്യക്ക് പുറത്ത് ഇത് ആലപിക്കപ്പെട്ടു. ഒന്ന് 42 നവംബർ 2-ന് ബെർലിനിൽ ഈ ബോസ് ഓഫീസ് പറഞ്ഞപ്പോഴാണ്. 2 UN ജനറൽ അസംബ്ലിയിലാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോണ്ടായ ഒരു പ്രശ്നം, അതുവരെ ഗോഡ് സേവ് ദ കിങ് ആണല്ലോ, അതിനെ ആലപിക്കാൻ പറ്റില്ല. അപ്പൊ ബാൻഡ് വായിക്കാനായിട്ട് ഒരു പാട്ട് വേണം. അപ്പൊ പാട്ടൊന്നുമില്ല. ജനറൽ അസംബ്ലി കൂടിയ ഇന്ത്യൻ ഡെലിഗേഷൻ ഉണ്ട്, ഇന്ത്യക്കാർ സംസാരിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ പാട്ട് വേണം. അപ്പൊ ഇവരുടെ കയ്യിൽ പഴയ ജനഗണമനയുടെ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. ഈ റെക്കോർഡ് കൊടുത്തിട്ട് അത് പ്ലേ ചെയ്യുക ചെയ്തത്. അങ്ങനെ 47 അവസാനം നവംബറിലോ ഡിസംബറിലോ ഐക്യരാഷ്ട്രസഭയിൽ ജനഗണമന ആലപിച്ചു. അത് കഴിഞ്ഞ് 2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് ദേശീയ ഗാനമായിട്ട് ഇവിടെ തീരുമാനിക്കപ്പെട്ടത്. അങ്ങനെ ഒരു കൗതുകം അതിന്റെ ചരിത്രത്തിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ 2 ഗാനങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിക്കുന്ന 2 വീക്ഷണങ്ങളാണ്. അതൊന്ന് നിശ്ചയമായിട്ടും സ്വദേശി പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമുണ്ട്, ഗോപി അത് പറഞ്ഞല്ലോ. പക്ഷെ അതേസമയം തന്നെ സ്വദേശിയുടെ ഐഡിയോളജിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് ദേശീയതയെ മതപരമായി കണ്ടൊന്നാണ്. ആ മതാത്മകതയിൽ നിന്ന് ദേശീയത കൊതറി പുറത്ത് ചാടിയ 20കളിലാണ് വാസ്തവത്തിൽ ജനഗണമന നമ്മളിപ്പോ ജനഗണമനയുടെ ആദ്യ വരികൾ മാത്രമേ ആലപിക്കുന്നുള്ളൂ. 55 സെക്കൻഡ് കൊണ്ട് ആലപിച്ച് തീർക്കുന്ന ആ ഗാനം, അതിന്റെ 5 ഖണ്ഡങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ മതങ്ങൾ, നമ്മുടെ ജീവിത സംസ്കാരം, നമ്മെ വിഴുങ്ങിയ അധിനിവേശം, അതിനെതിരായ ഇന്ത്യൻ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പ്, ഇങ്ങനെ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തെ, അതിന്റെ ബഹുത്വത്തെ മുഴുവൻ സംഗ്രഹിച്ച ഒരു ഗാനത്തിന്റെ സ്വഭാവത്തിലാണ് ജനഗണമന ഉയർന്നു വന്നത്. ജനഗണമനയല്ല വേണ്ട. ഇന്ന് കാലത്ത് ഞാൻ പത്രത്തിൽ വായിച്ചത് ജനഗണമനയ്ക്ക് ഈക്വലന്റ് ആയ സ്ഥാനം വന്ദേമാതരത്തിന് വേണമെന്ന് നിയമം വരാൻ പോകുന്നു എന്നാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയതയുടെ പ്രശ്നമല്ല. എന്തിനെ കൊണ്ടൊക്കെ ഈ രാജ്യത്തെ മനുഷ്യരെ വിഭജിക്കാൻ പറ്റുമോ അതിനെ കൊണ്ടൊക്കെ ഈ രാജ്യത്തെ വിഭജിക്കാം. അതിന് ദേശീയ ഗാനമെങ്കിൽ ദേശീയ ഗാനം, പശു എങ്കിൽ പശു, അല്ലെങ്കിൽ പൂജയെങ്കിൽ പൂജ, രാമനെങ്കിൽ രാമൻ എന്ന ഒരു യുക്തിയിൽ വിഭജനത്തിന്റെയും വെറുപ്പിന്റെയും ഒരു അടിസ്ഥാന ആശയത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഉപകരണമായിട്ടാണ് വാസ്തവത്തിൽ വന്ദേമാതരം ഇപ്പൊ പൊങ്ങി വന്നിട്ടുള്ളത്. അതിൽ ഒരു നേരത്തെ ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്, ഹെഡ്ഗേവാറും അതുപോലെ തന്നെ ഗോൾവാൾക്കർ എഴുതുന്നുണ്ടല്ലോ, ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് നിങ്ങൾ ഊർജ്ജം പാഴാക്കരുത്. നോക്കൂ, ഇത് എഴുതിയ ആളുകളാണ് നമുക്ക് ദേശീയതയ്ക്ക് ക്ലാസ് എടുക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതെഴുതിയ ആളുകളാ, അവർ നമുക്ക് ക്ലാസ് എടുക്കാം എന്ന നിലയിലുള്ള ഒരു സ്ഥിതി അതിന്റെ ഒരു പുതിയ വെർഷനായിട്ട് ഈ വന്ദേമാതരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതാണ് വസ്തുത. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ ദേശീയതയിൽ വർഗീയതയുണ്ട്, മതാത്മകതയുണ്ട്, ഒരു സംശയവും വേണ്ട. അനുശീലൻ സമിതി അതിനകത്ത് നിശ്ചയമായും അതൊരു ബ്രാഹ്മണ പ്രസ്ഥാനമായിരുന്നു, മുസ്ലിം വിരുദ്ധമായിരുന്നു, ഒരു സംശയമില്ല, ഞാനതെല്ലാം പറഞ്ഞല്ലോ. പക്ഷെ എന്നതിനർത്ഥം ഹെഡ്ഗേവാർ തന്നെയാണ് ഗാന്ധി എന്നല്ല. ആ ഇക്വേഷനൊന്നും പറ്റില്ല കേട്ടോ. ഹെഡ്ഗേവാറും ഗോൾവാൾക്കറുമാണ് ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നിലയ്ക്ക് നോക്കൂ, സ്വതന്ത്ര ഇന്ത്യക്കെതിരെ മതപരമായ ഐക്യത്തിന് വേണ്ടി മുസ്ലിങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട ആദ്യം 5 ദിവസം നിരാഹാരം കിടന്ന ആളുടെ പേരാ ഗാന്ധി. ഒരാളും കിടന്നിട്ടില്ല, ഒരു രാഷ്ട്രപിതാവും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പുച്ഛിക്കാൻ വളരെ എളുപ്പമുണ്ടാവും. ഇന്ന് ഗാന്ധിയെ തെറി പറഞ്ഞാലാണ് കയ്യടി കിട്ടുക. പക്ഷേ ആ കിടപ്പുണ്ടല്ലോ, ഗോപിയുടെ ഒരു വാക്യം കണ്ടുപിടിച്ച് ഞാൻ പറയാം, ഒരു ഹിംസമൃഗത്തിന്റെ വായിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുന്ന പോലെ സ്വതന്ത്ര ഇന്ത്യയെ മതഭ്രാന്തിൽ നിന്ന് രക്ഷിച്ചത് ആ 5 ദിവസത്തെ നിരാഹാരമാണ്. ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ലായിരുന്നു. എനിക്കത് യാതൊരു സംശയമില്ല. ഞാനത് കമ്പോട് കമ്പ് വായിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് ആ കാലത്തെ. ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഗാന്ധി മോശമായിരുന്നു, ഗാന്ധിയിൽ ധാരാളം പിഴവുകളുണ്ട്, പിഴവില്ലാത്ത ഒരാളും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജിന്ന ഖിലാഫത്തിനെ എതിർത്ത സമയത്ത് ഗാന്ധി ഖിലാഫത്തിന്റെ കൂടെയാ. നമ്മുടെ സെക്യുലർ ബോധം വെച്ച് കഴിഞ്ഞാൽ ഗാന്ധി തെറ്റാ, മതത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ ഗാന്ധി വേറൊരു അജണ്ട വെച്ച് പരിശ്രമിച്ചു. ഗാന്ധി പരാജയപ്പെട്ട ഒരാളായിരുന്നു പല പൊസിഷനുകളിലും. പക്ഷേ ആ പരാജയങ്ങൾ ഈ സോക്കോൾഡ് വിജയികളെക്കാളൊക്കെ മഹിമയും മൂല്യവും ഉള്ളതായിരുന്നു. ഈ സോക്കോൾഡ് വിജയികളുണ്ടല്ലോ, ഇന്ന് വിജയിച്ചു നിൽക്കുന്ന ഹിന്ദുത്വം ഉണ്ടല്ലോ, അവരുടെ വിജയത്തെക്കാളൊക്കെ എത്രയോ മഹിമയുള്ള പരാജയമാണ് ഗാന്ധിയുടെ പരാജയം. കണ്ടില്ലേ, ഇതുകൊണ്ടൊക്കെയാണ് സംഖ്യക്ക് ഈ മഹാത്മാഗാന്ധിന് ഇഷ്ടമല്ലാത്തത്. കാരണം അവർ പണ്ടേ ഉദ്ദേശിച്ച ഒരു ഹിന്ദു മുസ്ലിം വിഭജനമില്ല ഈ ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിലുള്ള ഒരു വിഭജനം. ആ വിഭജനം നടക്കാത്തതിന്റെ ഏറ്റവും വലിയ കാരണം മഹാത്മാഗാന്ധി ആയിരുന്നു. അതിന് ദേഷ്യം സംഖ്യക്ക് ഇപ്പോഴും മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടിട്ട് ഇത്ര കാലം കഴിഞ്ഞിട്ട് ആ ദേഷ്യമുണ്ടല്ലോ സംഖ്യയുടെ മനസ്സിന് ഇതുവരെ പോയിട്ടില്ല. ആ ദേഷ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, സംഖ്യകളുണ്ടല്ലോ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട എന്ത് വാർത്ത വന്നാലും അതിന്റെ ഇടയിലിടുന്ന കമന്റുകൾ നോക്കിയാൽ മതി. അത്രയും ദേഷ്യമാണ് സംഖ്യക്ക് ഇപ്പോഴും മഹാത്മാഗാന്ധിയോട്. കാരണം അതിന്റെയൊക്കെ അടിയിലുണ്ടല്ലോ അത്രയും മോശമായ രീതിയിൽ, അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഓരോ കമന്റുമാരും മഹാത്മാഗാന്ധിക്കെതിരെ ഇടുന്നത്. സുനിൽ സാറ് പറഞ്ഞ പോലെ വന്ദേമാതരം മുഴുവൻ പാടാൻ പറ്റിയ സംഖ്യകൾ പറയുന്നത് വന്ദേമാതരത്തോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായതുകൊണ്ടല്ല. അതിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ മതപരമായി ആലപിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് സംഖ്യകൾ ഈ പാട്ട് മുസ്ലിങ്ങൾ മൊത്തമായി പാടുന്നത് ഇത്രയും നിർബന്ധം പിടിക്കുന്നത്. കാരണം അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചിട്ട് ഈ നാട്ടിലൊരു സംഘർഷം ഉണ്ടാക്കുക, അത് മാത്രമാണ് സംഖ്യയുടെ ഉദ്ദേശം. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിന്റെ ഒരു പേജിലും ഒരു വരിയിൽ പോലും പേരില്ലാത്ത ചാണക സംഖ്യകൾ പുതിയ ചരിത്രം ഉണ്ടാക്കാൻ നോക്കിയെന്ന്. ഏത് സംഘപരിവാറാണ്, RS ആണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നുള്ള ഒരു പുതിയ ചരിത്രം. അങ്ങനെ ഇല്ലാത്ത കളവുകൾ മൂടിയ ചരിത്രം സംഘപരിവാർ നിർമ്മിക്കുമ്പോഴല്ല. സുനിൽ പി ഇളയിടമുള്ള ഇതുപോലത്തെ വിവരവും ബോധമുള്ള ചരിത്രകാരന്മാർ അതിന്റെ മുന്നിൽ ഉണ്ടാവണം. അവർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സംഘപരിവാറിന്റെ എന്നത്തെയും ശ്രമം. എന്നാലും സുനിൽ സാറെ, നമ്മളറിയാത്ത, നമ്മൾ പഠിക്കാൻ മറന്നുപോയ പുതിയ പുതിയ ചരിത്രങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് കേൾക്കാൻ നമ്മളൊക്കെ തയ്യാറാണ്, കാത്തിരിക്കുകയാണ് സുനിൽ സാറെ. അപ്പൊ സുനിൽ പി ഇളയിടത്തിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.